ഇതാണ് സറൻസ്ക് സിറ്റി സ്ക്വയർ അല്ലേ, മെയിൻ സിറ്റി, ഹാർട്ട് ഓഫ് സിറ്റി എന്നൊക്കെ പറയില്ലേ, ഇത് ഇവിടെ. ഇതിൻ്റെ തൊട്ട് ഇതിനോട് ചേർന്നിട്ടാണ് ഇത് വരുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. പലരും പറഞ്ഞു യൂണിവേഴ്സിറ്റി കുറേ ലോങ് ആണ്, സിറ്റിക്കുള്ള ഔട്ട് സൈഡാന്നൊക്കെ പറയില്ലേ. അതൊന്നും കാണാതെയാണ് പല ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയെ കുറിച്ചും സിറ്റിനെ കുറിച്ചും അറിയാത്ത പല ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, അപ്പോൾ അതൊക്കെ നേരിട്ട് കുട്ടികൾക്കും പാരൻസിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ, എങ്ങനെയാണ്, എവിടെയാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണ്, അതേപോലെ ഈ സിറ്റി സറൻസ്ക് സിറ്റിയുടെ പ്രത്യേകത എന്താണ്. വേൾഡ് കപ്പൊക്കെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സിറ്റിയാണ്. 2018 2018 ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2018 റഷ്യൻ ഫിഫയുടെ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത് ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ വന്ന് കളിച്ചിരിക്കുന്ന ഗ്രൗണ്ടൊക്കെ ഇതിനടുത്തുണ്ട്. ഇതാണ് ശരിക്കും ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സംഭവം. ഓക്കെ, പല യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ നമ്മൾ വേറെ ഒരുപാട് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റഷ്യയിലും അതല്ലാതെ കുറേ കൺട്രീസിലൊക്കെ ആയിട്ട്. ആ യൂണിവേഴ്സിറ്റിയൊക്കെ ഒരു റൂറൽ ഏരിയയിലായിരിക്കും യൂണിവേഴ്സിറ്റി നിൽക്കുന്നുണ്ടാവുക. ഇത് അങ്ങനെയല്ല, അത് ഹാർട്ട് ഓഫ് സിറ്റിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന. അതുമാത്രമല്ല, സറൻസ്കി എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിലും ഈ ഒരു സ്ഥലത്ത് ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന ഇവരുടെ തലയെടുപ്പോട് കൂടെ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, റഷ്യയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസർച്ചിങ് യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും മോർഡോവിയ നാഷണൽ മെഡിക്കൽ റിസർച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി. അതാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന യൂണിവേഴ്സിറ്റി. ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലുപ്പം ഉണ്ടല്ലോ, ഇത് ഇവിടെ മാത്രം നിൽക്കുന്നതല്ല, അത് മേളിലേക്ക് മാത്രമല്ല, അതേപോലെ തന്നെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ബ്രിഡ്ജ്, അടുത്ത ബിൽഡിങ്, അവിടുന്ന് അടുത്ത ബ്രിഡ്ജ്, അങ്ങനെ പോയിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ സൈഡിലേക്കും വീതിയിലൊക്കെ ആയിട്ട് പോകുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. മനസ്സിലായി? ഇതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ അങ്ങനെ വരുന്നത്. കെമിസ്ട്രി ബ്ലോക്ക് വരുന്നത് ആ തലക്കിലാണ് കെമിസ്ട്രി ബ്ലോക്ക് വരുന്നത് അല്ലേ? അതെ, ഇത് ക്ലോക്ക് ടവർ ആണ്. ഇതിനൊക്കെ ഇന്റർ കണക്ട് ചെയ്തിട്ട് ഓരോ പാസേജ് കൊടുത്തിട്ട്. മറ്റൊരു കാര്യം വെച്ചാലും ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് സൈഡും ഈ സൈഡിലെ വശമൊക്കെ എല്ലാം ഒരേപോലെയാണ്. നമ്മുടെ താജ്മഹലൊക്കെ കാണുന്ന ഒരു മീൻസ് പല ഡയറക്ഷനിൽ കാണുന്ന സമയത്ത് ഒരേപോലെയല്ലേ, അതേപോലെ ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡ് അതായത് സിറ്റിയുടെ ഏത് ഭാഗത്തുനിന്ന് ഇത് നമ്മൾ വാച്ച് ചെയ്യണമെങ്കിലും ഏകദേശം ഈ ഒരു ആർക്കിടെക്ചർ, ഈ ഒരു രീതിയിലേക്കാണ് സാധാരണ കിട്ടാൻ പോകും. ഇത് ഒഗാരോ അരേന എന്നാണ് അതിൻ്റെ പേര്. ഇത് ഇൻഡോർ സ്റ്റേഡിയം ആണ്. ഇതിനകത്ത് ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചർ സെൻറ്റർ ഇവിടെ വരുന്നത്. ഇന്ത്യൻ റഷ്യൻ്റെ കൾച്ചറൽ ഒരു എക്സ്ചേഞ്ച് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതിനൊരു സെൻറ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡാൻസ് റിഹേഴ്സൽ, ബാക്കി കാര്യങ്ങൾ, യോഗ എല്ലാം ഇതിനകത്താണ് വരുന്നത്. ഈ റഷ്യൻസിനെ കൂടെ ഇന്ററാക്ട് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി സ്പെഷ്യലായിട്ട് കൊടുത്തൊരു അംഗീകാരമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. നൈറ്റ് ടൈമിൽ ഇത് ഓപ്പൺ ആവും. ഓക്കെ, അതേപോലെ സ്പീക്കേഴ്സും ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അതെ, രാത്രി ആകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നമ്മുടെ ബുർജ് ഖലീഫിനൊക്കെ മുന്നിലുള്ള പോലെ തന്നെ ഒരു വാട്ടർ ഡാൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ആംബിയൻസ് കിട്ടും. അതേപോലെ തന്നെ ഇത് ഒഗാരോ മാളാണ്. അതേപോലെ ഒരുപാട് മാൾ ദൂരത്തൊക്കെ ഉണ്ട്. അവിടെ റിയോ മാൾ ഉണ്ട്. പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ സിറ്റി പാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ വലിയൊരു മാൾ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പേര് വരുന്നതും മൊത്തമായിട്ട് പ്രൊനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒഗാരോ മൊർഡോവിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ റിസർച്ച്. ഇതാണ് ഒഗാരോ മാളുണ്ട്, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഒഗാരോ എന്ന രീതിയിൽ പറയുന്നതാണ്. ഞാനുള്ളത് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നേരെ മുന്നിലുള്ള ഒരു പ്രീമിയം ജിമ്മിലാണ്. പ്രീമിയം ജിമ്മിൽ നമ്മളിപ്പോൾ കാലിക്കട്ട് അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ അത്യാവശ്യം നല്ല വെൽ ട്രെയിനറോട് കൂടിയുള്ള ഒരു ജിമ്മാണ്. അവിടെ ഫിസിക്കൊക്കെ നോക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വരാൻ പറ്റിയിരിക്കുന്ന ഒരു ക്ലബ്ബാണിത്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഏകദേശം ഒരു മാസത്തേക്ക് നമ്മുടെ നാട്ടിലെ 8000 രൂപ വരെ വിത്ത് ട്രെയിനിങ്ങോട് കൂടെ. നമ്മുടെ നാട്ടിൽ ഏകദേശം കാലിക്കറ്റ് നല്ല ക്ലബ്ബാണെങ്കിൽ ഏകദേശം ഈ ഒരു റേറ്റ് വരുന്നത് ഒരു 12,000 രൂപ, 8,000, 10,000 രൂപയൊക്കെ വരുന്നുണ്ട്. അതേ രീതിയിലേക്കുള്ള ഒരു പ്രീമിയം ക്ലബ്ബാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, എന്നാൽ ഇവിടെ തന്നെ നമ്മുടെ കൂടുതൽ കുട്ടികൾ പോകുന്നത് 2,200 രൂപയ്ക്കുള്ള മറ്റൊരു ക്ലബ്ബുണ്ട്. അതും ട്രെയിനിങ്ങിനോട് കൂടെ തന്നെ 2,000 രൂപയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള റീസണബിളായ പ്രൈസാണ്. ഇപ്പോൾ കാലിക്കറ്റൊക്കെ ഏകദേശം ജിമ്മിൻ്റെ ആ ഒരു പ്രൈസാണ്. നല്ല ട്രെയിനിങ്ങോട് കൂടിയുള്ള കുട്ടികൾക്ക്, പിന്നെ ഹെൽത്തൊക്കെ നോക്കുന്ന കുട്ടികൾക്കൊക്കെ ബെറ്റർ ഒരു ചോയ്സാണ്. ഓക്കെ, അപ്പോൾ നല്ല ഡോക്ടേഴ്സിന് നല്ല ആരോഗ്യം ആദ്യം അവർ സ്വന്തം ആരോഗ്യം അവരുണ്ടാക്കണം. മനസ്സിലായി? ഇന്നലെ നമ്മളെപ്പോലുള്ള ആരോഗ്യമില്ലാത്ത ആളുകളെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹായ്, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ജിമ്മാട്ടാ. യൂണിവേഴ്സിറ്റിയോട് ചേർന്നിട്ടുള്ള ജിമ്മാണ്.
പിള്ളേർക്ക് വരുന്നുണ്ടെങ്കിൽ മസിലൊക്കെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വരിക വന്ന് കളിക്കുക. ഓക്കെ, എങ്ങനെയുണ്ട് ജിം? അടിപൊളിയല്ലേ?